ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയൊരു മൾട്ടിമീറ്റർ പരിചയപ്പെടാം. ചെറിയൊരു വീഡിയോ ആണ്, കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. യൂണിറ്റി എന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഈ ഒരു പാക്കിങ്ങിലാണ്, ഈ ഒരു ബോക്സിലാണ് മൾട്ടിമീറ്റർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഈ പാക്കിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. DC വോൾട്ട് മെഷർ ചെയ്യാം, AC വോൾട്ട്, DC ആംബിയറും, അതുപോലെ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, റെസിസ്റ്റൻസ്, കണ്ടിന്യൂറ്റി, ഡേറ്റ ഹോൾഡ്, അങ്ങനെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജ്. അതുകൂടാതെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വോൾട്ടേജ് റേഞ്ച്, അതുപോലെ റെസിസ്റ്റൻസിൻ്റെ റേഞ്ച്, അങ്ങനെ കംപ്ലീറ്റ് പാരാമീറ്റേഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്യേണ്ട ബാറ്ററിയുടെ സ്പെസിഫിക്കേഷൻസ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം ഈ ഒരു മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മൾട്ടിമീറ്ററും. ഓക്കെ, യൂണിറ്റി എന്ന് ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് അതിൻ്റെ മോഡൽ നമ്പർ, MAS830L. ഓക്കെ, ഇതിങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഈ രണ്ട് സ്ക്രൂ ഊരിയാൽ ഈ കേസ് മാറ്റിയിട്ട് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു കേസ് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ പ്രോബ് വരുന്നുണ്ട്. പ്രോബാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രോബ് തന്നെയാണ്. ഇത് സെയിം ബ്രാൻഡിൻ്റെ തന്നെ, യൂണിറ്റിയുടെ തന്നെ ഒരു സാധാരണ മൾട്ടിമീറ്ററാണ്. നമ്മൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്ന ഒരു നോർമൽ മൾട്ടിമീറ്ററാണ്. ഇപ്പം ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നോട്ടീസ് ചെയ്യാവുന്നത് ഇതിൻ്റെ സൈസിലുള്ള വ്യത്യാസമാണ്. ഈ ഒരു മൾട്ടിമീറ്റർ കുറച്ചും കൂടെ വലുതാണ്. മൊത്തത്തിലുള്ള സൈസ് മാത്രമല്ല, ഡിസ്പ്ലേ സൈസും വ്യത്യാസമുണ്ട്. രണ്ടും LCD ഡിസ്പ്ലേ ആണ്, എന്നാൽ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് കുറച്ച് വലുതാണ്. അതുപോലെ വെയ്റ്റും വ്യത്യാസമുണ്ട്. ഇതിന് കുറച്ചും കൂടെ വെയ്റ്റ് കൂടുതലുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാക്കി റേഞ്ചസ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു മൾട്ടിമീറ്ററിൽ DC വോൾട്ടേജ്, ഈ ഒരു ഭാഗമാണ് DC വോൾട്ടേജ് വരുന്നത്. 200 മില്ലി വോൾട്ട് മുതൽ 600 വോൾട്ട് വരെയാണ് ഇതിൽ DC മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 200 മില്ലി വോൾട്ട് മുതൽ 600 വോൾട്ട് വരെ. എന്നാൽ ഇതിൽ ഇവിടെയായിട്ടാണ് DC വരുന്നത്. 200 മില്ലി വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെ ഇതിൽ മെഷർ ചെയ്യാൻ പറ്റും. അതൊരു വ്യത്യാസമുണ്ട്. ഇനി AC വോൾട്ടേജ് നോക്കാം. ഈ കാണുന്ന ഭാഗമാണ് AC വോൾട്ടേജ് വരുന്നത്. ഇതിൽ 200 വോൾട്ട് മുതൽ 600 വോൾട്ട് വരെയാണ് AC മെഷർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ ഈ മോഡലിലേക്ക് വരുമ്പം 200 വോൾട്ട് മുതൽ 750 വോൾട്ട് വരെ ഇതിൽ AC മെഷർ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ആംപിയർ ആണെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. 200 മൈക്രോ ആംപിയർ മുതൽ 10 ആംപിയർ വരെ ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. 200 മൈക്രോ ആംപിയർ മുതൽ 10 ആംപിയർ വരെ. ഇതിലേക്ക് വരുമ്പം അതുപോലെ തന്നെ 2000 മൈക്രോ ആംപിയർ മുതൽ 10 ആംപിയർ വരെ കറണ്ട് മെഷർ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടിലും
HFE എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. നമുക്ക് ട്രാൻസ്ഫർ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇതിൽ വരുന്നത് 200 ഓം മുതൽ 2 മെഗാ ഓം വരെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 200 ഓം മുതൽ 2 മെഗാ ഓം വരെ. ഇതിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 200 ഓം മുതൽ 2000 കിലോ ഓം വരെ റെസിസ്റ്റൻസിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടിലും കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണൊരു കമ്പാരിസൺ പറയാനുള്ളത്. മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിലില്ലാത്ത 2 ഓപ്ഷൻ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ബാക്ക് ലൈറ്റ് ആണ്, പിന്നെ ഡേറ്റ ഹോൾഡ്. ഓക്കെ, ബാക്ക് ലൈറ്റ്, ഡേറ്റ ഹോൾഡ്. അപ്പോൾ അതെന്താണ് നമുക്ക് ജസ്റ്റ് ഒരു വോൾട്ടേജ് മെഷർ ചെയ്യുമ്പം കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ രണ്ടിലും വരുന്നത് LCD ഡിസ്പ്ലേ ആണ്. രണ്ടും 3.5 ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. അതായത് 3 ഫുൾ ഡിജിറ്റും ഒരു ഹാഫ് ഡിജിറ്റും ആണ് നമുക്ക് ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ 0 മുതൽ 1999 വരെയുള്ള വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അത്ര വരെയുള്ള മാക്സിമം റീഡിങ് നമുക്കിതിൽ എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു SMPS എടുത്തിട്ടുണ്ട്. ഈ SMPSൽ 2 വോൾട്ടേജ് വരുന്നുണ്ട്. ഒന്ന് 24 വോൾട്ടും അതുപോലെ 12 വോൾട്ടും. റെഡ് വയർ 24 വോൾട്ട് DC, ബ്ലൂ 12 വോൾട്ട് DC, പിന്നെ ഗ്രൗണ്ടും. അപ്പോൾ അത് നമുക്ക് ചുമ്മാ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ DC വോൾട്ടേജിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 600 വോൾട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഗ്രൗണ്ടാണ് ബ്ലാക്ക്, ബ്ലൂ വരുന്നത് 12 വോൾട്ട് DC എന്നാണ് SMPSൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മൾട്ടിമീറ്ററിൽ കൃത്യമായിട്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ബാക്ക് ലൈറ്റ് ഓപ്ഷൻ അതെന്താണെന്ന് നോക്കാം. അതിനിവിടെ ഒരു സ്വിച്ച് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഫോണിലൊക്കെ കാണുന്ന പോലെ ഒരു ലൈറ്റിൻ്റെ ഇൻഡിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ ഒരു ബാക്ക് ലൈറ്റ് കാണാം. ഒരു ബ്ലൂ കളർ LED ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓഫാക്കാൻ വേറെ സ്വിച്ചൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫേഡായി പോകും. ഓക്കെ, അതുപോലെ റെഡ് വയർ 24 വോൾട്ടാണെന്നാണ് പറഞ്ഞത്. അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 24 വോൾട്ട് അതും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഹോൾഡ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ 24 വോൾട്ട് മെഷർ ചെയ്തു. എനിക്കിവിടെ H എന്നുള്ളൊരു സിമ്പിൾ കാണാം. ഓക്കെ, H എന്നുള്ളൊരു സ്വിച്ച് കാണാം. അതിലൊന്ന് പ്രസ് ചെയ്താൽ ഓക്കെ, നമ്മളെടുത്ത റീഡിങ് അവിടെ ഹോൾഡായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോബ് എടുത്തു, എങ്കിലും ആ ഒരു മെഷർമെൻ്റ് അവിടെ ഹോൾഡായിട്ടുണ്ട്. അത് കളയാൻ വേണ്ടി ഒന്നും കൂടെ ആ സ്വിച്ചിൽ പ്രസ് ചെയ്താൽ അത് പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻസും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഫീച്ചറും കൂടെ ഈ മൾട്ടിമീറ്ററിൽ വരുന്നുണ്ട്. നമ്മൾ സാധാരണ മൾട്ടിമീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു മൾട്ടിമീറ്റർ വാങ്ങുമ്പം ഈ മോഡൽ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 350 രൂപയാണ് ഓഫ്ലൈൻ പർച്ചേസിൽ പ്രൈസ് വരുന്നത്. ഓൺലൈൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഓൺലൈനിൽ വരുമ്പം പ്രൈസ് കൂടുതൽ കാണിക്കുന്നുണ്ട്, 440 ആ ഒരു റേഞ്ച് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അടുത്തുള്ള ഷോപ്പിലൊന്ന് തിരക്കിയാൽ മിക്കവാറും ഇത് കാണും. ഈ മോഡൽ നമ്പർ ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.